നിങ്ങൾ മോദിക്കെതിരെ നടത്തുന്ന സമരം പൊള്ളയാണ്, നിങ്ങളും മോദിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ് ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിലെ ആവശ്യം. സോ അവർ മാറിയിരിക്കുന്നു. അതാണ് രാഷ്ട്രീയത്തിൽ എടുക്കാൻ പറ്റുന്ന പ്ലേ. ഇപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെയുള്ള സമരം ജെനുവിൻ കോസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് രാഷ്ട്രീയം ഒരു ടൂൾ കൂടിയാണല്ലോ. കേന്ദ്ര സർക്കാരിനെതിരെ ആരാണ് ഏറ്റവും നന്നായി നിൽക്കുന്നവർ എന്ന് തെളിയിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തി വിജയിച്ച് കേരളത്തിലുള്ള ആനുകൂല്യങ്ങൾ മേടിക്കലല്ലോ. ഞങ്ങളാണ് ഏറ്റവും സ്ട്രോങ് ആയി ഈ മോദിക്കെതിരെയുള്ള സ്ഥാപിക്കാനുള്ള ഒരു പരിശ്രമമായി കാണുന്നത്. ആ ഓട്ടത്തിൽ ഒരുമിച്ചിരുന്നാൽ ആരൊക്കെ ആരും നേട്ടം കൊണ്ടുപോകും? ഇത് ഈ സർക്കാരിന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇരിക്കുന്ന സമരത്തിൽ പ്രതിപക്ഷ നേതാവ് പോയി കൂടെ ഇരിക്കുക. അതിൻ്റെ ആനുകൂല്യവും അതിൻ്റെ ഡിവിഡൻഡ് മുഴുവൻ ആരും കൊണ്ടുപോകും? പിണറായി വിജയൻ കൊണ്ടുപോകും. 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതുപോലൊരു സമരം നടത്തി. അതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പോയി പങ്കെടുത്തു. ഇവർ വിളിച്ചു. കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടിയാണല്ലോ രമേശ് പോയി പങ്കെടുത്തു. അതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആയിരുന്നാണ് പിന്നീട് കോൺഗ്രസ് മനസ്സിലായി. കാരണം എന്താണ്? അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസിന് കിട്ടിയില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ലെഫ്റ്റിൻ്റെ സ്വഭാവം അറിയാം. ലെഫ്റ്റ് ഭയങ്കരമായ ആൻറ്റി മോദി നിലപാടൊക്കെയുള്ള ഒരു പാർട്ടിയായിട്ടാണ് സ്വയം അവതരിപ്പിക്കുന്നത്. അവരുടെ പാർട്ടി കോൺഗ്രസ് രേഖകളൊക്കെ പരിശോധിച്ചാലും അവരെടുക്കുന്ന അതിൻ്റെ ഒരു അടിസ്ഥാന നിലപാടൊക്കെ എടുത്താലും അത് റൈറ്റ് വിങ്ങിനെതിരാണ്. അപ്പോൾ കേരളത്തിന് അതിൻ്റെ ഒരു മൂഡ് അറിയാമല്ലോ. അതിൻ്റെ കൂടെ ഇവർ പോയി ചേർന്നിരുന്നാൽ അതിൻ്റെ ഗുണം രണ്ടുപേർക്കുമായി കിട്ടില്ല. കിട്ടുന്നത് രാഷ്ട്രീയ ഗുണം, ഇലക്ട്രൽ ഗുണം, അത് CPM കിട്ടും. അതറിയാവുന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത്, നിങ്ങൾ നടത്തിക്കോ സമരം, ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് മാത്രമല്ല, നിങ്ങളുടെ സമരം എന്ന് പറയുന്നത് ആത്മാർത്ഥതയില്ലാത്തതാണ്. ഇപ്പോൾ കൂടെ ചേർന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? പിണറായി വിജയൻ്റെ മോദി വിരുദ്ധത ജെനുവിനാണെന്ന് ഞങ്ങൾ സർട്ടിഫൈ ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ ഞങ്ങളും വന്ന് ചെയ്യുകയാണെന്നാണല്ലോ. ഇപ്പോൾ അവരുടെ പൊളിറ്റിക്കലി കക്ഷി രാഷ്ട്രീയത്തിൽ അവർ ചെയ്യേണ്ടത്, നിങ്ങൾ നടത്തുന്ന സമരം വ്യാജമാണ്, പൊള്ളയാണ്. നിങ്ങൾ ഗവർണർക്കെതിരെ നടത്തുന്ന സമരം പൊള്ളയാണ്, നിങ്ങളും ഗവർണറും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ മോദിക്കെതിരെ നടത്തുന്ന സമരം പൊള്ളയാണ്, നിങ്ങളും മോദിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ് ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിലെ ആവശ്യം. സോ അവർ മാറിയിരിക്കുന്നു. അതാണ് രാഷ്ട്രീയത്തിൽ എടുക്കാൻ പറ്റുന്ന പ്ലേ. ഇപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM ഈ ചെയ്യുന്ന സമരത്തിന് എന്തുമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് ചോദിച്ചാൽ, ആ വിശ്വാസ്യതയുടെ പ്രശ്നം എങ്ങനെ ഉണ്ടായത് CPM ആലോചിച്ചാൽ ഏറ്റവും അവസാനത്തെ PM ശ്രീ കാണാൻ പറ്റും. PM ശ്രീയിൽ ഒപ്പുവെച്ചത് അതിൻ്റെ കൺസേൺ മിനിസ്റ്റർ അറിഞ്ഞ സംശയമാണ്. കാരണം ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ട് പിറ്റേന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്താവാരികയിലെ PM ശ്രീക്കെതിരായിട്ടുള്ള ലേഖനം വരുന്നത്. ആ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ കേരളത്തിലെ ക്യാബിനറ്റ് അറിയാതെ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞല്ലോ, ഏതെല്ലാം തരത്തിലുള്ള നിയമങ്ങളും തീരുമാനങ്ങളും ഒന്നും ക്യാബിനറ്റോ അല്ലെങ്കിൽ LDF ഒന്നും അറിയാതെ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. എന്നിട്ട് LDFലെ കക്ഷികൾക്ക് പുറത്ത് സമരം ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ മറുവർത്താനം ചെയ്യേണ്ടി വരികയാണ്. ഏതൊക്കെ കാര്യങ്ങൾ? തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ എടുത്ത സമീപനം എന്താണെന്ന് നമുക്കറിയാം. അതിൽ LDFലെ കക്ഷികൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് നമുക്കറിയാം. പാർട്ടിയിൽ തന്നെയുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോഴും തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇല ഇറങ്ങിയിട്ടുണ്ടോ? ആരാണ് പൂരം കലക്കിയെന്ന് കണ്ടെത്തിയ ആളെ ശിക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ആ ഉദ്യോഗസ്ഥനെ വീണ്ടും ലോ ആൻഡ് ഓർഡറിലേക്ക് തിരികെ കൊണ്ടുവരാൻ CM ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പണി നടക്കുന്നു എന്നാണ് നമ്മൾ പുതുതായിട്ട് മനസ്സിലാക്കുന്ന അപ്ഡേറ്റ്. 3 ടയർ അന്വേഷണം ഒരു സാധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആ വഴിക്ക് നടക്കുന്നു വിചാരിക്കണം. ഇത്ര വർഷം കഴിഞ്ഞു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആർക്ക് ബെനിഫിറ്റ് കിട്ടിയ കേസാണ്? BJPക്ക് ബെനിഫിറ്റ് കിട്ടിയ കേസാണ്.